Hi, my dear beautiful souls. Welcome back to my channel Divine Speaks. കുറേ ദിവസങ്ങളായിട്ട് ഡെയിലി റീഡിംഗ് എടുക്കുമ്പോൾ കിട്ടുന്നത് ജനറിക് റീഡിംഗ് ആണ്. പക്ഷേങ്കിലും കിട്ടുന്നത് നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യും, പുതിയ ഓരോ കാര്യത്തിന് തുടക്കം കുറിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തുടക്കം കുറിക്കും എന്ന് പറയുന്നത് എപ്പോഴും ഒരാളെ ലൈഫിൽ അയാൾ ഏറ്റവും മികച്ചതായി തുടക്കം കുറിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കരിയറിലാണ്, അല്ലെ? ആ ഒരു കരിയറിൽ ഗ്രോത്ത് നല്ലതാണെങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ മറ്റെല്ലാ മേഖലകളിലും നമ്മൾ വിജയിച്ചു വരിക. അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയോണ്ട് ഞാൻ വിചാരിച്ചു, ഇനി നിങ്ങളുടെ കരിയറിലെ ഗ്രോത്ത് അല്ലെങ്കിൽ കരിയറിൽ ഇനി എന്താണ് നിങ്ങളുടെ കരിയറിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ കരിയറിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, കരിയറിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നും അതുപോലെ എന്ത് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടത്, അതിൽ നമ്മുടെ സാധ്യത, അതിലുപരി യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ്, എന്ത് അഡ്വൈസ് ആണ് നമുക്ക് നൽകാനുള്ളത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നല്ലതാണ്. യൂണിവേഴ്സിന് നമ്മുടെ കരിയറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ധാരാളമായി ചിലവഴിക്കുന്നുണ്ടെന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ടാകാം, അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തോ ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ടാവാം. അതിൽ നമുക്ക് വരവിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചിലവാണുള്ളത്. നിങ്ങൾ പോലും അറിയാതെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇപ്പൊ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു പാർട്ണർ ഉണ്ടാവുന്നുണ്ട്. പാർട്ണർ മീൻസ് ബിസിനസ് പാർട്ണർ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ ഒക്കെ ആകാം. അദ്ദേഹവുമായിട്ടാണ് ചേർന്ന് നിങ്ങൾ പുതിയ ബിസിനസിനെ കുറിച്ച് ആലോചിക്കുകയോ പുതിയ ജോലിയെ കുറിച്ച് ആലോചിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു പോസിറ്റീവായിട്ട്, നമുക്കിവിടെ റൊമാൻറ്റിക് പാർട്ണർ ഒന്നും പറയാൻ ഒരിക്കലും പറ്റില്ല, കാരണം നമ്മൾ കരിയർ ഗ്രോത്ത് ആണ് നോക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വസ്തനായ ഒരു സുഹൃത്ത് നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ബിസിനസ്സിലോ നിങ്ങൾക്കുണ്ട്. അദ്ദേഹം അല്ലെങ്കിൽ ആ പാർട്ണർ എന്ന് പറയുന്നത് വളരെ നല്ല ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ ചെലവിനൊരു കുറവുമില്ല. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് പറയുന്നത് മിതത്വം പാലിക്കണം എന്നാണ്. അതായത് നമ്മൾ ഈ ചെലവ് ചെയ്യുന്നത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. മണി മാനേജ്മെന്റ് അത് കുറച്ചൊന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ഓവർ എക്സ്പെൻസ് ഒക്കെ ആവുമ്പോൾ അപ്പോൾ നാളെ എന്നൊരു വിചാരമില്ലാത്ത രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ സുഹൃത്ത് കൂടെയുണ്ട്. സുഹൃത്താണോ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറയുന്നില്ല, പക്ഷെ നല്ലൊരു സുഹൃത്താണ് കൂടെ ഉള്ളത്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അഡ്വൈസിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പുതിയ ഒരു ബിസിനസ്സിലേക്കോ പുതിയ ജോലിയിലേക്കോ ഇപ്പൊ ചെയ്യുന്നതിൽ നിന്ന് കുറച്ചുകൂടി നല്ലൊരു ജോലി അല്ലെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്ത് കാരണമാകാം. ഓക്കെ, നല്ല അഡ്വൈസസ് തരുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട്. വിശ്വസ്തനായ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളെ മണി മാനേജ്മെന്റ് അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ ഇപ്പൊ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയ ജോലിയോ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ അതിൽ വിജയിക്കും. പക്ഷേ നിങ്ങൾ പൊരുതി വിജയിക്കും എന്നാണ് കാണുന്നത്. വിജയിക്കുക തന്നെ ചെയ്യും, പക്ഷെ നിങ്ങൾ അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അതെങ്ങനെയാണല്ലോ, നമ്മളൊരു പുതിയ ജോലി ആയാലും ബിസിനസ് ആയാലും അതിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ എഫേർട്ട് കുറച്ച് എടുക്കേണ്ടി വരും. ആ എഫേർട്ട് എടുത്ത് നിങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി വിജയിക്കും. നിങ്ങൾ എല്ലാവരും പ്രശംസിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എത്രത്തോളമായിരിക്കും നിങ്ങളുടെ ആ ഒരു വിജയം എന്ന്. നിങ്ങളുടെ ഇപ്പോഴത്തുള്ള സിറ്റുവേഷനിൽ നിന്ന് വളരെ മികച്ച ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകും. ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളൊരു ബിസിനസ് ഓണർ ആകാനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ട്
ഈ റീഡിങ്ങിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഞാൻ കൂടുതൽ ബിസിനസ് എന്ന് തന്നെ പറഞ്ഞത്. ജോലിയാകാം എങ്കിലും റീഡിങ് ഇവിടെ കാണിക്കുന്ന കാർഡ് കാണിക്കുന്നത് ഒരു ബിസിനസ് ഓണർ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോ ചെയ്യുന്ന ജോലി വിട്ട് കളഞ്ഞിട്ടല്ല പുതിയത് തുടങ്ങേണ്ടത്. ഇപ്പോ ചെയ്യുന്ന ജോലിയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻകവും ഇല്ലാതാക്കരുത്. അതൊരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് വരുന്ന നമ്മുടെ ഇൻകം ഒന്നും ഇല്ലാതായിട്ട് നമുക്ക് ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് പോകണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചെറിയൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് വളരെ കുറച്ചുകൂടെ വലുതാക്കാൻ ശ്രമിക്കണം. പിന്നെ ജോലിയാണെങ്കിൽ അതിൽ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കുക, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ അത് എഴുതുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഭാഗം നിന്നുള്ള എഫേർട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമാണ് യൂണിവേഴ്സിന് ഉള്ളത് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ദൈവം നമുക്ക് ഉള്ളത് തരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ റീഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ തയ്യാറാകുന്നുണ്ടെന്ന് തന്നെയാണ്. നിങ്ങൾ കുറച്ചൊന്ന് പുറകിലോട്ട് വലിഞ്ഞാലും നിങ്ങളുടെ സുഹൃത്ത് അതിന് വേണ്ടിയിട്ട് ഉപദേശിക്കുന്നുണ്ട്, നല്ല ഉപദേശമൊക്കെ തരുന്നുണ്ട്. നിങ്ങളുടെ ചെലവുകളും ഒക്കെ കുറച്ചൊന്ന് കൺട്രോൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇനി പുതുതായിട്ട് ഏത് മേഖലയിൽ കൈവയ്ക്കുന്നോ അവിടെ വിജയം ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ എഫേർട്ട് കൊടുക്കാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. ഓക്കെ, പോരാതെ നമുക്കൊരു ബിസിനസ് ആണ് കാണിക്കുന്നത്. ബിസിനസ് ഓണർ, ഒരു പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇതൊരു ജനറിക് റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് എടുക്കേണ്ടത്. ഇതിൽ നിന്നുള്ള പോസിറ്റീവ് വൈബ്സ് അട്രാക്ട് ചെയ്യുക, അല്ലാത്തത് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.